സ്നേഹത്തിൻ്റെയും സുരക്ഷയുടെയും സന്ദേശമുയർത്തി തലസ്ഥാനത്ത് വിവേകാനന്ദ സ്റ്റഡി സർക്കിളിൻ്റെ നേതൃത്വത്തിൽ രക്ഷാബന്ധൻ മഹോത്സവം കഴക്കൂട്ടം ടെക്നോ പാർക്കിൽ നടന്ന ആഘോഷ പരിപാടിയിൽ മുൻ കേന്ദ്രമന്ത്രിയും MLA-യുമായ വി മുരളീധരൻ മുഖ്യാതിഥിയായി. ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി പേരാണ് രക്ഷാബന്ധൻ മഹോത്സവത്തിൻ്റെ ഭാഗമായത്. ജയ ജയ ഭാരത ഭൂമാതേ, ജയ ജയ ഭാരത മാതാവേ, ജയ 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 ഭാരത ഭൂമാതേ. നിശ്ചലമായൊരു ജഡമല്ല നീ, നിശ്ചേതനമാം ധരയല്ല. സ്നേഹത്തിൻ്റെയും പരസ്പര സുരക്ഷയുടെയും സന്ദേശമുയർത്തിയായിരുന്നു രക്ഷാബന്ധൻ ആഘോഷം. വിവേകാനന്ദ സ്റ്റഡി സർക്കിളിൻ്റെ നേതൃത്വത്തിലാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷം അരങ്ങേറിയത്. മുൻ കേന്ദ്രമന്ത്രിയും കഴക്കൂട്ടം MLA-യുമായ വി മുരളീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ദേശീയഗീതമായ വന്ദേ മാതരത്തിനെതിരായ സർക്കാർ സർക്കുലർ കേരളത്തിന് പുറത്തായിരുന്നുവെങ്കിൽ കടുത്ത വിയോജിപ്പുണ്ടാകുമായിരുന്നു. എന്നാൽ കേരളീയ സമൂഹം പ്രതികരിച്ചത് നിസ്സംഗതയോടെയാണെന്ന് വി മുരളീധരൻ MLA പറഞ്ഞു. ഭാരതീയ സംസ്കാരത്തിന്റെ ഉദാത്തമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാണ് രക്ഷാബന്ധൻ ആഘോഷങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ വന്ദേ മാതരം പാടില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഔദ്യോഗികമായി സർക്കുലർ ദേശീയ ഗാനം മാത്രം പാടുക സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളിൽ എന്ന് സർക്കാർ ഔദ്യോഗികമായി നിർദ്ദേശിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം, അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ ആ കാഴ്ചയിൽ നമ്മളെല്ലാവരെയും ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്നത് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടായപ്പോൾ ആ നിർദ്ദേശത്തെ കേരളീയ സമൂഹം അതിനെ കണ്ട രീതിയാണ് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വരുന്നവരും പോകുന്നവരും ഒക്കെ വന്ന് കാലിൽ തൊട്ട് എഴുതുകയാണ്. ഈ കാലം കൊണ്ട് മാത്രമേ ഉള്ളൂ തലമുടിയൊക്കെ ഉള്ളത്. ഇതിനെക്കാട്ടി തലമുടി ഉണ്ടായിരുന്നു വന്ന് എനിക്ക് അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടം. അപ്പം ഗുരുനാഥനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, സ്വാമി ഇങ്ങനെ പ്രശ്നമുണ്ട്. കാരണം 80 വയസ്സായ ആൾക്കാർ വരെ എൻ്റെ കാലിൽ തൊട്ട് തൊഴുന്നുണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്, എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകളുണ്ട്. നീ ആളുകൾ കാലിൽ തൊട്ട് തൊഴുമ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി, എന്നിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുക, യു വിൽ ബി ഫൈൻ എന്ന്. ആക്ച്വലി ഇറ്റ് വാസ് ട്രൂ. അദ്ദേഹം പറഞ്ഞതിൽ ഒരർത്ഥം ഉണ്ടായിരുന്നു. യു കനോട്ട് ബിക്കം ഗോഡ്, ബട്ട് യു ക്യാൻ ബിക്കം എംപ്റ്റി ആൻഡ് ലെറ്റ് ദ ഗോഡ് വർക്ക് ത്രൂ യു എന്നുള്ള മഹാസത്യം അത് മനസ്സിലാവാൻ ഈവൻ എനിക്ക് കുറച്ച് കാലങ്ങൾ എടുത്തുവെങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡെപ്ത് എനിക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വ്യാപ്തി എനിക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും ഇഫ് യു ബിക്കം എംപ്റ്റി ആൻഡ് ലെറ്റ് ഗോഡ് വർക്ക് ഇൻ യു, റിസൈഡ് ഇൻ യു, യു ക്യാൻ ബിക്കം സംതിങ്. ടെക്കികളടക്കം നിരവധി പേർ ആഘോഷത്തിന്റെ ഭാഗമായി. രാഖി അണിഞ്ഞും മധുരം പങ്കുവച്ചും ഒത്തുകൂടിയ ആളുകൾക്ക് രക്ഷാബന്ധൻ മഹോത്സവം വേറിട്ടൊരനുഭവമായി മാറി. ചൈതന്യത്തിൻ പ്രസ്ഫുരണം നീ, ആദിശക്തി നീ മമതായേ, ജയ ജയ ഭാരത മാതാവേ, ജയ 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 ഭാരത ഭൂമാതേ. ജനം, തിരുവനന്തപുരം.